ഇരട്ട മരണത്തോടൊപ്പം കോഴിക്കോട് മൂഴിക്കൽ പൂതംകുഴിമീത്തിലെ വീട്ടിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ പൊലിഞ്ഞത് ഒരു ഡോക്ടറാകാൻ കൊതിച്ച പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. പഠന മികവുകൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും ചെറുപ്പത്തിലെ മിടുക്കിയായ നസ്രീന 10ാം ക്ലാസ് ഫലം വരുന്നതിന് മുന്നേ തന്നെ തുടർ പഠനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. വേങ്ങരയിലെ ഒരു സ്ഥാപനത്തിൽ ചേർന്ന് മെഡിസിൻ എൻട്രൻസ് കോച്ചിങ്ങും +2 പഠനവും ഒന്നിച്ച് നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഫീസടച്ച് പ്രവേശനം നേടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനിടയിലാണ് വൈരാഗ്യബുദ്ധിയിൽ ബന്ധുവിന്റെ കൈകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് മരണമേറ്റുവാങ്ങേണ്ടി വന്നത്. മലബാറിലെ അറിയപ്പെടുന്ന ബാരൽ റിപ്പയറിംഗ് വ്യവസായിയായ CP ഹംസയുടെയും സഫിയയുടെയും പേരമക്കളായ നസ്രീനയും അദ്നാനും ഇടയിൽ വൈരാഗ്യം ശക്തിപ്പെട്ടിട്ട് 4 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പഠന മികവിന്റെ കുറവുകൊണ്ടും ചില പെരുമാറ്റ ദൂഷ്യങ്ങൾ കൊണ്ടും തലവേദനയായി തുടങ്ങിയ അദ്നാനെ നല്ല വഴിക്ക് കൊണ്ടുവരാനാണ് കൊളത്തറയിലെ വീട്ടിൽ നിന്നും മൂഴിക്കലിലെ പൂതംകുഴിമീത്തലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. കൂടാതെ നസ്രീനയുടെ പിതാവായ നിസാർ വിദേശത്തായതുകൊണ്ട് ഹംസയ്ക്ക് ഒരു കൈസഹായമാവട്ടെ എന്നും കരുതി. നിസാർ റംസീന ദമ്പതിമാരുടെ മക്കൾക്കുള്ള അതേ സ്വാതന്ത്ര്യം അദ്നാന് ആ വീട്ടിൽ അവർ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സ്വാതന്ത്ര്യം ചൂഷണം ചെയ്ത് വീട്ടിൽ നിന്നും പലപ്പോഴായി അദ്നാൻ 50,000 രൂപയോളം മോഷ്ടിച്ചുവെന്ന വിവരം നസ്രീന കണ്ടെത്തുകയായിരുന്നു. ഇതറിഞ്ഞ് ഹംസ ഇടപെട്ട് അദ്നാനെ കൊളത്തറയിലെ വീട്ടിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിക്കും 4:30ക്കും ഇടയിലാണ് 2 മരണങ്ങളും സംഭവിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച രാത്രി 7ഓടെ മൂഴിക്കലിലെ വീടിന് പിൻവശത്തെ മതിൽ കടന്ന് അദ്നാൻ എത്തുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. വീടിന്റെ പുറകിലെ കുളിമുറിയിൽ ഒളിച്ചിരുന്ന ശേഷം രാത്രി എപ്പോഴോ തുറന്നുകിടന്ന വാതിലിലൂടെയാണ് ഇയാൾ അകത്ത് കടന്നത്. ഈ സമയം നസ്രീന, റംസീനയുടെ സഹോദരങ്ങളായ ഇഷാം, നൈമ, റംസീനയുടെ മാതാവ് സഫിയ എന്നിവരും വിരുന്നു വന്ന ബന്ധുക്കളും വീടിന്റെ മുൻവശത്തുണ്ടായിരുന്നു. ബന്ധുക്കൾ രാത്രി 12:30ഓടെ മടങ്ങുകയും ചെയ്തു. രാത്രി 1 മണിയോടെ മുകളിലെ മുറിയിൽ ഉറങ്ങാനെത്തിയ നസ്രീനയെ അവിടെയുണ്ടായിരുന്ന ലെഗിൻസ് പാന്റ് ഉപയോഗിച്ച് കഴുത്തുഞെരിച്ചും മൂക്കും വായയും പൊത്തി ശ്വാസം മുട്ടിച്ചുമാണ് അദ്നാൻ കൊലപ്പെടുത്തിയത്. പാക്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് കൈയും കാലും കെട്ടുകയും ചെയ്തിരുന്നു. നസ്രീന മരിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അദ്നാൻ താഴത്തെ നിലയിൽ സഫിയ കിടക്കുന്ന മുറിയിലെത്തി അലമാരയുടെ താക്കോലെടുക്കാനായി ശ്രമിച്ചു. ഇതിനിടെ ഉണർന്ന സഫിയ ബഹളം കൂട്ടി അയൽവാസികളെയും ബന്ധുക്കളെയും അറിയിക്കുകയായിരുന്നു. പുറത്തേക്കുള്ള വാതിലുകൾ അകത്തുനിന്നും താക്കോലിട്ട് പൂട്ടിയതിനാൽ അദ്നാന് ഈ സമയം പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. തിരഞ്ഞെത്തിയവർ മുകളിലെ മുറിയുടെ കട്ടിലിനടിയിൽ അദ്നാന്റെ കാലുകൾ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇതോടെ വാതിൽ പുറത്തുനിന്നും പൂട്ടുകയും ചെയ്തു. ഉള്ളിൽ അകപ്പെട്ടു എന്ന് തോന്നിയതോടെ അദ്നാൻ ആ സമയം വാതിലിന്റെ ലോക്കിൽ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അബോധാവസ്ഥയിൽ കണ്ട നസ്രിയയെയും കൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബന്ധുക്കൾ പാഞ്ഞു. പിന്നീട് പോലീസ് എത്തിയാണ് അദ്നാൻ ഒളിച്ച മുറി തുറക്കാനായി ശ്രമിക്കുന്നത്. അകത്തുനിന്നും പൂട്ടിയ മുറിയുടെ വാതിൽ പൊളിച്ച് അകത്തു കടന്നപ്പോഴാണ് മുഖം പാക്കിംഗ് പ്ലാസ്റ്റർ കൊണ്ട് വരിഞ്ഞൊട്ടിച്ച് കട്ടിലിനടിയിൽ മരിച്ച നിലയിൽ അദ്നാനെ കണ്ടെത്തിയത്. 2 മരണവും ശ്വാസം മുട്ടിയാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിദഗ്ധൻ സ്ഥിരീകരിച്ചു.